അന്ത്യവിശ്രമത്തിനായി വീട്ടിലെത്തിയ അർജുന് യാത്രാമൊഴിയേകി ജനസാഗരം. ഉറ്റവർക്കൊപ്പം വീട്ടുമുറ്റത്തെ പന്തലിൽ ഒരു നാട് ഒന്നാകെ അർജുന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാവിലെ 11 മണിക്കാണ് സംസ്കാരമെന്നായിരുന്നു നേരത്തെ അറിയിച്ചതെങ്കിലും അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയവരുടെ നിര നീണ്ടതോടെ ചിതയിലേക്ക് എടുക്കാൻ സമയം പിന്നെയും നീണ്ടു. വീടിന് സമീപം ഒരുക്കിയ ചിതയിൽ അർജുന്റെ അനിയൻ മതാചാരപ്രകാരം തീ കൊളുത്തി. കർവാർ MLA സതീഷ് സെയിൽ, ഈശ്വർ മാൽപേ, MK രാഘവൻ MP, ഷാഫി പറമ്പിൽ MP, മന്ത്രിമാരായ MK ശശിധരൻ, KB ഗണേഷ് കുമാർ, MLA മാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ, KM സച്ചിൻ ദേവ്, ലിൻഡോ ജോസഫ്, മേയർ ബീന ഫിലിപ്പ്, പ്രദീപ് കുമാർ, PK ഫിറോസ് തുടങ്ങിയ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. അർജുന്റെ മൃതദേഹം വഹിച്ച ആംബുലൻസ് ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ ശനിയാഴ്ച രാവിലെ 6 എത്തിയത്. മന്ത്രി MK ശശിധരൻ, MLA മാരായ തോട്ടത്തിൽ രവീന്ദ്രൻ, KK രമ, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ തുടങ്ങിയവർ മൃതദേഹം ഏറ്റുവാങ്ങി. മൃതദേഹം രാവിലെ 6 മുതൽ തന്നെ ജന്മനാടായ കണ്ണാടിക്കൽ എത്തുമെന്ന് അറിഞ്ഞ് 100 കണക്കിന് ആളുകൾ എത്തിയിരുന്നു. 8:15 കണ്ണാടിക്കൽ എത്തിയത്. തുടർന്ന് ആംബുലൻസിന് പിന്നാലെ വിലാപയാത്രയെ വീട്ടിലേക്ക് റോഡിനിരുവശവും സ്ത്രീകളും കുട്ടികളും കാത്തുനിന്നു. സ്ത്രീകളും പ്രായമായ അമ്മമാരും വിതുമ്പിക്കരഞ്ഞു. സ്വന്തം മകനെ നഷ്ടപ്പെട്ടതിന്റെ വേദന അവരുടെ മുഖത്ത് നിഴലിച്ചു. പ്രാരാബ്ധങ്ങൾക്കിടയിൽ അവൻ പടുത്തുയർത്തിയ വീടിന്റെ അകത്ത് അവസാനമായി അർജുനെ കിടത്തിയപ്പോൾ ആർത്ത് കരയുന്നുണ്ടായിരുന്നു ഭാര്യയും അമ്മയും സഹോദരങ്ങളും. മണ്ണോട് ചേരും മുമ്പ് മകന്റെ ഭർത്താവിന്റെ സഹോദരന്റെ മുഖം പോലും ഒന്ന് കാണാൻ പറ്റാത്തതിന്റെ തീരാവേദനയിൽ അച്ഛന്റെ വരവ് പ്രതീക്ഷിച്ചിരുന്ന അർജുന്റെ മകൻ കണ്ണീർ കാഴ്ചയായി. അതിവൈകാരികമായ യാത്രയയപ്പായിരുന്നു അർജുന് നാട് നൽകിയത്. ജൂലൈ 16 അങ്കോളക്കടുത്ത് ശിരൂരിൽ മണ്ണിടിഞ്ഞ് കാണാതായ അർജുന്റെ മൃതദേഹം 72 ദിവസത്തിന് ശേഷം ബുധനാഴ്ചയാണ് ഗംഗാവലി പുഴയിൽ കണ്ടെത്തിയത്.